പ്രിയപ്പെട്ടവരെ, ഇതൊരു റിയൽ കേരള സ്റ്റോറിയാണ്. അതായത് റഹീമിന്റെ ഫണ്ട് അത് ലക്ഷ്യം നേടിയിരിക്കുന്നു. ഇനി ആവശ്യമില്ല, അതുകൊണ്ട് താൽക്കാലികമായി ആ ആപ്ലിക്കേഷൻ നിർത്തലാക്കുകയാണെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ആ നിലവിൽ ലഭിച്ച ഫണ്ട് സൗദിയിലേക്ക് എത്തിക്കാനുള്ള മാർഗം കൂടി നോക്കുന്നുണ്ട്. അതോടുകൂടി റഹീമിന്റെ മോചനം സാധ്യമാകുമെന്നാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഒരു കേരള മോഡൽ എന്തുമാത്രം രസകരമാണെന്ന്. ചെറിയ കുട്ടികൾ മുതൽ, അതായത് ഒരു കൂട്ടി വെച്ച ക്യാഷ്, അതായത് ഒരു കൂട്ടി വെച്ച ചില്ലറ തൊട്ടുകൾ മുതൽ നൽകിയ കുട്ടികളുണ്ട്, സാധാരണ ജോലിക്കാരുണ്ട്, പ്രവാസികളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന് മുൻകൈയെടുത്ത ബോച്ചയ്ക്കൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു പ്രശസ്തിയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു. എങ്കിലും അദ്ദേഹം മുന്നിട്ടിറങ്ങി. അതിൻ്റെ തുടർച്ചയായിട്ട് കുറേ ആളുകൾ വന്നു, സംഘടനകൾ വന്നു, പള്ളികൾ വന്നു, ചർച്ചുകൾ വന്നു, അമ്പല കമ്മിറ്റികൾ വന്നു. എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ഈ ഫണ്ട് സ്വരൂപിച്ചിരിക്കുകയാണ്. പ്രവാസികളുടെ വലിയൊരു കൈത്താങ് ഇതിനുണ്ടായിരുന്നു. പ്രവാസികളായ സാധാരണ ജോലിക്കാർ മുതൽ എല്ലാവരും അതിലേക്ക് അകമഴിഞ്ഞ് സഹായിച്ചു. വലിയ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണിത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ റിയൽ കേരള സ്റ്റോറി. നമ്മുടെ സഹോദരൻ റഹീം 17-18 വർഷത്തോളമായിട്ട് ജയിലിൽ കഴിയുന്ന റഹീം നാടണയട്ടെ, അവരുടെ ഉമ്മയെ ചേർത്ത് പിടിക്കട്ടെ. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണിത്.